ഹായ് ഗൈസ്, മറ്റൊരു കിഡിലൻ ദിവസവുമായി മിസ്റ്റർ വ്ളോഗറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് അമ്പൂരിക്ക് ഏകദേശം അടുത്തുള്ള മായം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ട് വരുമ്പോഴേക്കും നമുക്ക് ബാക്കി കാണാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മായത്താണ്, നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. നമ്മളിന്ന് 3 സ്ഥലത്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തത് അമ്പൂരി, ദ്രവ്യപാറ, ആനക്കുളം, അതുപോലെ തന്നെ മായം. ഈ മായത്തെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നമ്മൾ വരാനുണ്ടായ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ കാണുന്ന ആ ഒരു വള്ളം തന്നെയാണ്. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, പോയിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്കതിൽ പോയി തുടങ്ങാം. സൈഡിൽ കയറിയത് കഴിച്ചപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പഞ്ചായത്തിൻ്റെ വകയുള്ള ഒരു കുഞ്ഞ് തോണിയിലാണ് നിൽക്കുന്നത്. ഏകദേശം 360 ഡിഗ്രി വ്യൂസ് നമ്മൾ നോക്കിയാലും ഭൂരിഭാഗം സ്ഥലത്ത് നമ്മൾ മലയാണ് കാണുന്നത്. അധികം ആൾക്കാരധികം തിരക്കൊന്നുമില്ല. ഇതാണ് ഈ മാമനാണ് നമ്മുടെ വള്ളത്തിൻ്റെ തുഴയുന്ന ആൾ. അവൻ്റെ പേരെന്താ? തമ്പി എന്ന് പറഞ്ഞ മാമനാണ് നമുക്ക് ഈ ഒരു ഇത് എത്തിച്ചത്. നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ആദ്യം വന്നപ്പോൾ ഇവിടെ കെട്ടിയിട്ടായിരുന്നു, പിന്നെ എടുക്കാൻ വേണ്ടി നമുക്ക് ഇതുവരെ എത്തിച്ചെന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വേറെ 2-3 പേരും കൂടെ ഉണ്ട്. ഇതാ ഒന്ന് പേര് പറഞ്ഞ അനു. അനു എന്ന് പറഞ്ഞാൽ അമ്പൂരിയിലാണല്ലേ സ്ഥലം? നിങ്ങളെ സ്ഥലം എവിടെ? ആലപ്പുഴയിൽ നിങ്ങൾ വന്ന? അമ്പൂരി കാണാൻ വന്നതാണോ? ഒറ്റയ്ക്കാണോ? ഇതിനെ വിശ്വസിച്ച് വന്നതാണല്ലേ? ഓക്കെ. അപ്പോൾ ഇനി എങ്ങനെ, എത്ര ദിവസം ഇവിടെ വന്നിട്ട്? അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് അമ്പൂരി കാണണമെങ്കിൽ വന്നതാണ്. പക്ഷേ ഇപ്പോഴും ട്രിവാൻഡ്രത്ത് ഒരുപാട് ആൾക്കാർക്ക് അറിഞ്ഞൂടാത്ത ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടൊരു പ്ലേസാണ് അമ്പൂരി. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഈ അമ്പൂരി തന്നെ നമ്മൾ എടുത്ത് കാണിക്കാൻ കാരണം. നമ്മളിപ്പോൾ ഏകദേശം അതുവരെ ആ പള്ളിയുടെ അവിടം വരെ പോയി, പള്ളിയിലതോ അതുവരെ പോയിട്ട് നമ്മളിപ്പം തിരിച്ച് വരികയാണ്. ഈ കാണുന്നത് മുമ്പ് ഇവിടെ ഉപയോഗിച്ചിരുന്ന ഒരു പൊളിഞ്ഞു കിടന്ന ഒരു വള്ളമാണ്. അതിപ്പം അതിന് ശേഷമാണ് അപ്പോൾ ഈ പുതിയ വെള്ളം വന്നത്. നമുക്ക് എന്തായാലും സൈഡിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. കഴിച്ചപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നേരത്തെ ആ തോണി, ഇപ്പോൾ തോണി അവിടെ നിന്ന് പോകുന്നുണ്ട്. അവിടെ നിന്ന് തോണി പോയി ഏകദേശം കുറച്ച് മാറി എന്നുള്ളൊരു പ്ലേസിലാണ്. വെള്ളം ഇപ്പോൾ ആക്ച്വലി കയറി നിൽക്കുന്ന ഒരിതാണ്. നമ്മൾ നെയ്യാർ ഡാം ഇപ്പോൾ അടച്ചിട്ടത് കൊണ്ട് വെള്ളം ഇങ്ങോട്ട് കയറി ഇവിടെ ആക്ച്വലി കരയായിട്ടുള്ള പ്ലേസാണ്. നമ്മളിപ്പോൾ ഈ സ്ഥലം ശരിക്കും ഇത്രയും ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ഇത്രയും വെള്ളമൊന്നും ശരിക്കില്ല. ഇവിടെ ആൾക്കാർ വണ്ടി ഇറക്കിയിട്ട് ഈ ഭാഗങ്ങളിലൊക്കെ വണ്ടി ഇറക്കിയിട്ടിട്ട് ഇരിക്കുന്ന സ്ഥലമാണ്. വേനൽക്കാലങ്ങളിൽ വണ്ടി ഇറങ്ങിയിട്ട് അവിടെ ആൾക്കാർ ഫുട്ബോൾ കളിക്കുന്ന സ്ഥലമാണ്. നമ്മൾ വിചാരിക്കും ഇതൊരു കുളം പോലെയാണ്, പക്ഷേ ഇത് ഫുള്ള് കരയാണ്, ഉറച്ച മണ്ണാണ്. അപ്പം ഈ വേനൽക്കാല സമയമാകുമ്പോഴത്തേക്കും ആൾക്കാർ ആ പുറകെ കാണുന്ന സ്ഥലം വരെയൊക്കെ കാറ് കൊണ്ട് പാർക്ക് ചെയ്തിട്ട് അവിടെ ഇരുന്നാണ് ഈ കുളത്തിലോട്ട് ഇറങ്ങുന്നത്. നമ്മുടെ വഞ്ചി അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ബ്രോസൊക്കെ ആ കുളിക്കുന്ന ആ സ്ഥലത്ത് വരെ ഏകദേശം വണ്ടി പോകുന്നതാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്. അങ്ങ് അറ്റം വരെ. അതിനുള്ളൊരു വിഷ്വൽസ് ഞാനൊരു ഫോട്ടോ ഇവിടെ എവിടെയെങ്കിലും സ്ക്രീനിൽ ഇട്ടേക്കാം. ഇവിടെ വരുന്നവരെല്ലാം രാത്രി കാലങ്ങളിൽ ഇവിടെ ഒന്ന് മദ്യവെച്ചിട്ട് ആ കുപ്പി ഇവിടെ അടിച്ച് പൊട്ടിച്ചിടുകയും അപ്പം സ്ഥിരം ഇവിടെ വണ്ടി ഇറങ്ങിക്കൊണ്ട് സ്ഥലമായതുകൊണ്ട് വണ്ടി ടയറെല്ലാം പഞ്ചറായി. ഇവിടെ പ്ലാസ്റ്റിക് കൊണ്ട് നിറഞ്ഞത്. അപ്പോൾ തന്നെ അവിടെ മൊത്തം ലേസിൻ്റെ കവറാണ്. ആ സൈഡിൽ ഫുള്ള് ലേസിൻ്റെ കവറാണ്. അപ്പോൾ ഇങ്ങനെ ഈ സ്ഥലം വൃത്തികേടായിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ വരുന്നവടുത്ത് റിക്വസ്റ്റായിട്ട് പറയണം എന്ന് ഇവിടെയുള്ളവർ പറഞ്ഞുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ ദേവി ഇത് പറഞ്ഞ ആൾക്കാരെല്ലാം ഇതാ കാണാം, നിങ്ങൾക്ക് വണ്ടി ഇതാ ആ പുള്ളിക്കാരൻ വണ്ടി കൊണ്ടുവരുന്നത്.
ഇവിടെ വെള്ളം മാത്രമല്ല ബൈക്കും പോകുന്നവർ തെളിയിച്ചിട്ട് കേട്ടോ. എന്തായാലും ഒരു പെർഫെക്റ്റ് പ്ലേസ് ആണ്. നിങ്ങൾ തോണിയിലും വെള്ളത്തിലൊന്നും സഞ്ചരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റിയ സ്ഥലമാണ്. നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഫോട്ടോ എടുക്കാനായാലും എന്തിനായാലും നിങ്ങൾക്ക് വരാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് മായം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത്. മായത്ത് നമ്മൾ വന്നിട്ട് കടത്ത് വെള്ളം പോകുന്ന സ്ഥലം ചോദിച്ച് അവർ പറഞ്ഞു തരും. നമുക്ക് എന്തായാലും ഇനി ആനക്കുളത്ത് വെച്ച് കാണാം. അപ്പോൾ നമ്മൾ മായത്ത് നിന്ന് നേരെ ഇങ്ങോട്ട് അമ്പൂരിയിലെ ദ്രവ്യപാറ ഗുഹാക്ഷേത്രം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഒരുപാട് സ്ഥലങ്ങളുണ്ടെങ്കിലും ഒരുപാട് മലകൾ, അമ്പൂരി എന്ന് പറയുമ്പോൾ മലകളും പുഴകളും കൊണ്ട് നിറഞ്ഞൊരു സ്ഥലമാണ്. എന്നിട്ട് എന്തുകൊണ്ട് ഈ ഗുഹാക്ഷേത്രം, ദ്രവ്യപാറ ഗുഹാക്ഷേത്രം നമ്മൾ എടുത്താൽ ഉണ്ടായത് ഒരു വലിയ ഐതിഹ്യം തന്നെയാണ്. അത് നമുക്ക് എന്തായാലും പോണ വഴിയിൽ പറയാം. പക്ഷേ അപ്പോൾ നമുക്ക് എന്തായാലും മുകളിലോട്ട് കയറാം. അത്യാവശ്യം ദൂരം ഉണ്ടെന്ന് തന്നെ പറയുന്നുണ്ട്. ഈ സഞ്ചാരത്തിൻ്റെ ഭാഷയെ പറഞ്ഞാൽ ചരിത്ര പ്രസിദ്ധമായ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റുന്നൊരു നല്ലൊരു പാറ തന്നെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഇവിടെ കുറച്ച് പടിക്കെട്ടുകളുണ്ട്. നമുക്ക് എന്തായാലും കുറച്ച് നടന്നു നോക്കാം. വഴി വീണ്ടും കൺഫ്യൂഷൻ. അപ്പോൾ നമുക്കിവിടെ താഴെ ഒരു മാമിയൊക്കെ ഉണ്ട്. മാമി അടിച്ച് വെച്ച് നോക്കാം. ഇത് നേരെയാണോ സൈഡിലോട്ടാണോ? നേരെ തന്നെയല്ല, എല്ലാം അങ്ങോട്ട് ഒരുപാട് ദൂരം ഉണ്ടോ? കുറേ പോകണമല്ലേ? നേരെ ക്ഷേത്രം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നേരെ കുറച്ച് നടക്കമുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ സൈഡിലായിട്ട് എന്തോ ഒരു ബഹളം. കുരങ്ങനാ? അപ്പം ഏകദേശം കുറച്ച് നടന്ന് നല്ല തളർന്നിട്ടുണ്ട്. എന്തായാലും ഇവിടെ വന്നിട്ടുള്ള ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും ഈ വഴിയുടെ കാര്യമൊന്നും ആരും പറഞ്ഞിട്ടില്ല. എന്തായാലും നല്ല തളർന്നിട്ടുണ്ട്. എന്തായാലും നമ്മൾ തളരില്ല, നമ്മൾ എന്തായാലും മുകളിലോട്ട് കയറും. എന്തായാലും കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ച്. വന്നുകൊണ്ടിരുന്ന സമയത്ത് നടന്നുകൊണ്ട് വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ പറ്റൂല, കുത്തൻ ഇറക്കമാണ്. തിരിച്ചു പോകണ കാര്യം ഓക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി 2 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് കാണാം. ഏകദേശം നമ്മൾ എത്തിയെന്നാണെങ്കിൽ പറയാം. പക്ഷേ ഇതുവരെ കയറണ നല്ല പാടാണ്. പറഞ്ഞുകൂടാത്തവർ എന്നുവെച്ചാൽ ഉച്ച സമയത്ത് മാക്സിമം വരാതിരിക്കുക, രാവിലെ ഉള്ള സമയമൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് താഴ്ച കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. എന്തായാലും അത്യാവശ്യം നല്ല താഴ്ചയുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ദ്രവ്യപാറയുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഗൈസ്, നമ്മൾ കയറി വരുമ്പോൾ ഏകദേശം പാറ കയറി വന്ന് റൈറ്റ് സൈഡിലോട്ട് കാണുന്ന ഒരു കിഡിലം വ്യൂ ആണിത്. ഈ പാറയ്ക്ക് ഒരു പേര് തന്നെ ഉണ്ട്. ഇത് നമുക്ക് കണ്ടറിയാം, ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. ഞാൻ തന്നെ കുറച്ച് നേരം നോക്കിയിട്ടാണ് കിട്ടിയത്. ഒരാളുടെ മുഖ ഷേപ്പ് പോലെ ഇരിക്കുന്ന ഒരു പാറയാണ്. അപ്പോൾ അതുമായിട്ട് എന്തോ ഒരു റിലേറ്റ് ചെയ്തൊരു പേര് തന്നെയാണ് ഈ പാറയ്ക്കുള്ളത്. ഈ ദ്രവ്യപാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നൊരു വ്യൂ ആണ്. ഇവിടെ നിന്ന് ഏകദേശം റൈറ്റിലോട്ട് ഒരു ചെറിയ വഴി കിടപ്പുണ്ട്, ചെറിയ വഴി. അങ്ങോട്ടുള്ളൊരു ഇപ്പോൾ ഗുഹാക്ഷേത്രം എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഗുഹയൊന്ന് പോയി നോക്കിയിട്ട് വരാം. പക്ഷേ അപ്പോൾ നമ്മൾ ആ കയറി വന്നൊരു ഷെഡ് കണ്ടല്ലോ, ആ ഷെഡിൽ നിന്ന് ഏകദേശം റൈറ്റിലോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഫുഡ് പാചകം ചെയ്യണമെന്നാണെന്ന് തോന്നുന്നു. കഞ്ഞി, ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തുള്ള എന്തോ ഒരു ചെറിയൊരു ഷെഡാണ്. അപ്പോൾ അതിനുശേഷം ഈ കാണുന്നതാണ് ഈ 2 ഗുഹകൾ. ഈ ഗുഹാക്ഷേത്രം എന്ന് പറയുന്നതിൽ ഇതുകൊണ്ടാണ് ഈ ഇതാണ് 2 ഗുഹ. എനിക്ക് തോന്നുന്നു 3 ഗുഹയുണ്ട്. ഒന്ന് ആ സൈഡിലായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അങ്ങോട്ട് നോക്കി പറ്റണം. ഗൈസ്, സമയം ഇപ്പോൾ 11:30 ആയി. പക്ഷേ ആ പറയത്തക്ക ചൂടില്ലെങ്കിൽ നമ്മൾ കയറി വന്നതിൻ്റെ ഒരു ക്ഷീണം മാത്രമേ ഉള്ളൂ. ഈ കാണുന്നതാണ് ഒന്നാമത്തെ ഗുഹാക്ഷേത്രത്തിൽ പ്രധാനമായിട്ടും. ഇപ്പോൾ 2 ഇവിടെ ശിവവിഗ്രഹമാണെന്ന് തോന്നുന്നു. അവിടെ ഇതേപോലെ ഒരു വിഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും വന്ന സ്ഥലം വെച്ച് നോക്കുമ്പോൾ 11:30 ആയിട്ടും അത്ര വലിയ ചൂട് ഫീൽ ചെയ്യുന്നില്ല. അത് നടന്ന് കയറി വന്നൊരു ക്ഷീണം മാത്രമേ ഉള്ളൂ. നമുക്കെന്തായാലും ഇനി പാറയിലോട്ട് കയറാം. ഇത്രയും കഷ്ടപ്പെട്ട് കയറിയെങ്കിലും ഇപ്പോൾ കയറിയതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ്. നമുക്ക് എന്തായാലും ഇത് വന്ന മെയിൻ എൻട്രൻസിലോട്ട് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ 72 പടിയുള്ള ദ്രവ്യപാറയുടെ ഏകദേശം 3-4 പടിയിലാണ് നമ്മൾ കയറിയിരിക്കുന്നത്. ഇത് കാണുന്ന വീഡിയോയിൽ കാണുന്ന പോലെയല്ല, അത്യാവശ്യം നല്ല കുത്തനെയുള്ള ഒരു കയറ്റമാണ് നമ്മളുള്ളത്. അപ്പോൾ അത് ഒരു മരം ഉള്ളത് കൊണ്ട് അതിൽ പിടിച്ച് കയറി എന്നല്ലാതെ വേറെ സേഫ്റ്റി മെഷേഴ്സ് ഒന്നുമില്ല. പിന്നെ ഒരു കയറ് കയറാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളിവിടെ വന്നിട്ട് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത്ര പോലും കയറരുത്. ജസ്റ്റ് അത് ഒരു പറഞ്ഞതാണ്. നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇനി ഇറങ്ങുമ്പോഴേ അതിൻ്റെ പാടറിയാവൂ.
അത് മാത്രമല്ല യൂട്യൂബിൽ ഈ പാറ 72 പടി, പണ്ട് 100 എത്രയോ പടികളുണ്ടെന്നാണ് പറയുന്നത്. അതിൽ 72 പടികളും കയറിയ ഒരേ ഒരു യൂട്യൂബർ മാത്രമേ വീഡിയോ ഇട്ടിട്ടുള്ളൂ. അതും ഒരു പ്രൊഫഷണലാണ്. പ്രൊഫഷണലായിട്ട് ട്രക്കിംഗ് ഒക്കെ അറിയാമെന്നുള്ള അതിനുവേണ്ടി പഠിച്ച ഒരാൾ മാത്രമാണ് കയറിയത്, അല്ലാതെ ഒരാളും കയറിയിട്ടില്ല. അപ്പോൾ നമുക്കിനി പടിയുടെ കാര്യം പറയാം. ഈ പടി എങ്ങനെ വന്നെന്നുള്ളതാണെങ്കിൽ, പണ്ട് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഭരിച്ചിരുന്ന കാലത്ത് 8 വീട്ടിൽ പിള്ളമാരെ ഭയന്ന് ഒരുപാട് സ്ഥലത്ത് ഒളിവിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒളിവിൽ പോയിട്ടുണ്ടായിരുന്നതിൽ ഒരു സ്ഥലമാണ് ഈ അമ്പൂരിയിലെ ദ്രവ്യപാറ. ഇവിടുത്തെ ആദിവാസികൾ രാജാവിനെ ഒളിക്കാൻ വേണ്ടി ഏകദേശം 100 എത്രയോ പടികൾ കെട്ടിക്കൊടുത്തെന്നാണ് പറയുന്നത്. പക്ഷേ അതിലിപ്പം നിലവിൽ 72 പടികൾ മാത്രമേ വിസിബിളായിട്ടുള്ളൂ, ബാക്കിയൊക്കെ പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പടികൾ എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കരുത്. ഈ കാണുന്നതാണ് ഒരു പടി എന്ന് പറയുന്നത്. അതും ഈ കുത്തനെയുള്ള ഒരു കയറ്റത്തിൽ ഒരു പടി എന്ന് പറയുന്നത് ഇതാണ്. അങ്ങോട്ട് പോകുന്തോറും ഇതിലും കഷ്ടമാണ്. നമ്മളിപ്പോൾ റിസ്ക് എടുക്കുന്നില്ല, എന്തായാലും നല്ല ഇതുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു പടി കാണിക്കാൻ വേണ്ടിയാണ് ഇത്ര റിസ്ക് എടുത്ത് നമ്മൾ മുകളിലോട്ട് കയറിയത്. ഇങ്ങനൊരു ഇതാണ് ലിവിങ് ഹിസ്റ്ററി എന്നുള്ളൊരു സാധനം ഇവിടെ ഉള്ളത് കൊണ്ടാണ് നമ്മളിപ്പം ഇവിടെ തന്നെ വന്നത്. 12 മണിയായി. ഇനിയിപ്പം നമുക്ക് എന്തായാലും ഫുഡ് കഴിച്ചിട്ട് നേരെ ആനക്കുളത്തോട്ട് പോകാം. ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ അമ്പൂരിയിൽ എത്തിയിട്ടുണ്ട്. അമ്പൂരി കാണുന്നത് അമ്പൂരി പള്ളിയാണ്. നമ്മളിനി ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ആനക്കുളമാണ്. ആനക്കുളം ഒരുപക്ഷെ നമ്മൾ ഈ പാറയിൽ കയറി ക്ഷീണിച്ചെങ്കിൽ അതിൻ്റെ റിസൾട്ട് കിട്ടാൻ പോകുന്നൊരു പ്ലേസ് തന്നെയാണ് ആനക്കുളം. അടിപൊളി സ്ഥലമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് സ്ഥലത്തോട്ട് പോകാം. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന ആനക്കുളത്താണ്. ആനക്കുളത്ത് ഒരു കിഡിലൻ പാലത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഒരു ബൈക്കോ ഒരു കാറോ അല്ല ഒരു ഓട്ടോ, മാക്സിമം പോയി ഒരു ഓട്ടോ റിക്ഷ പോകാൻ പറ്റുന്ന ഒരു സ്പേസേ ഉള്ളൂ. ചുറ്റും ഒരു റൈറ്റ് സൈഡിലാണെങ്കിൽ ഒരു കിഡിലൻ മലയും അതുപോലെ തന്നെ വെള്ളം ഒഴുകുന്ന ഒരു കിഡിലൻ സ്പോട്ടാണ്. നമുക്കെന്തായാലും ഇനി അങ്ങോട്ട് നടക്കാം. ഇനി ഇവിടുത്തെ ആൾക്കാരായാലും നല്ല രീതിയിൽ ഒരു ഇതിലാണ് സംസാരിക്കുന്നത്. എന്ത് കാര്യം ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് ചോദിക്കാതെ ഇങ്ങോട്ട് വന്ന ആൾക്കാരോട് അങ്ങോട്ടാണ്, ഇവിടെ ഉണ്ട്, ഇവിടെ വയലായിരുന്ന സ്ഥലമാണ്, വയൽ കയറി വെള്ളം കയറിയപ്പോൾ ആൾക്കാർക്ക് പോകാൻ വേണ്ടി ഈ 2 മലകൾ തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടി വന്ന പാലമാണെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ ബൈക്ക് പോയാലും കഷ്ടിച്ച് ഒരു ബൈക്കിന് പോകുന്നുള്ളൊരു ഇതേ ഉള്ളൂ. അപ്പോൾ മുമ്പ് ഞാൻ ഈ സ്ഥലത്ത് മുമ്പ് വന്ന സമയത്ത് ചെറിയ കാരണത്താൽ വീഡിയോ നമ്മളെ കയ്യിൽ നിന്ന് മിസ്സായപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്നൊരു വിഷയം എന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ ഷൂട്ട് ചെയ്ത് ഏകദേശം പാതിയോളം നടന്നെത്തിയ സമയത്താണ് പിറകിൽ നിന്നൊരു ഓട്ടോ വന്ന് പിന്നെ തിരിച്ച് നടക്കേണ്ടി വന്ന്. ഗൈസ്, ഇവിടുത്തെ പ്രധാന വിഷയം ഇതാണ്. നമ്മളിപ്പോൾ വീഡിയോ ഷൂട്ട് കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഓട്ടോ വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, നമുക്ക് മാറി തന്നെ കൊടുക്കേണ്ടി വരും. നമുക്ക് എന്തായാലും മാറി നിന്ന് കൊടുക്കുക. ഈ ഒരു ഓട്ടോ കഷ്ടിച്ചാണ് ഒരു ഓട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ പാലം നേരെ ഫിനിഷ് ചെയ്ത് വന്ന് ഇനി നേരെ പാലം കഴിഞ്ഞ് ഇപ്പുറത്തെത്തി നേരെ ലെഫ്റ്റിലോട്ട് പോകുന്നതാണ് ആനക്കുളം. കടയുണ്ട് 2 മണിക്ക് ശേഷം. 2 മണിക്ക് ശേഷം 2 മണിക്ക് ശേഷം ഇവിടെ കടയുണ്ടല്ലേ? 2 മണിക്ക് തുറക്കും. തുറന്ന് ചായയും കടി. ഇപ്പോൾ അങ്ങനെ ആൾക്കാർ വരുന്നുണ്ടോ സ്ഥിരമായിട്ട്? ആൾക്കാർ ഇപ്പോൾ ഇത് കാണാൻ വെള്ളം കുറവായതുകൊണ്ട് വലിയ തിരക്കില്ല. എന്നാലും ഇന്ന് എന്നാൽ കുറച്ച് കൂടുതലാണ് പിള്ളേരൊക്കെ. ഒരുപാട് പേര് പോയായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ശരിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ആനക്കുളത്തോട്ട് പോവാം. നല്ല തണുത്ത വെള്ളം, നല്ല ഉച്ച സമയമാണ്. നമ്മളിപ്പം ഏകദേശം എത്തിയപ്പോൾ 1:17 1:30 ഒരു ഫീലൊന്നും ഇവിടെ ഇല്ല. നല്ല അടിപൊളി തണുപ്പാണ്. ചുറ്റും മരങ്ങളുണ്ട്, വേറെ വിഷയമില്ല. എന്തായാലും നമുക്ക് അങ്ങോട്ട് കയറാം. ಮತ್ತು ഇവിടുത്തെ ആൾക്കാരുടെ കുടിവെള്ളത്തിനുള്ള പൈപ്പാണ് കിടക്കുന്നത്. ശുദ്ധവെള്ളം ആയതുകൊണ്ടാണ് ഇവർ മുകളിൽ ട്യൂബ് ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മുകളിലായിരിക്കും. അതെന്തായാലും കൊള്ളാം, നല്ലൊരു തീരുമാനം. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം. അങ്ങോട്ട് പോകുന്നതൊരു ആഴമുണ്ട്, എന്നാൽ ഒരുപാട് താഴോട്ട് ഇറങ്ങുന്നില്ല. ഇനി അങ്ങോട്ട് പോകുന്തോറും അത്യാവശ്യം ആഴം കൂടുന്നുണ്ട്. അത് മാത്രമല്ല, വെള്ളം പ്യൂരിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്ന ആൾക്കാർ പ്ലാസ്റ്റിക് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഒരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയുണ്ട്. വേറെ ഇല്ല, പക്ഷേ ആ ഒരു പ്ലാസ്റ്റിക് നിങ്ങൾ കഴിവതും അത് ഒഴിവാക്കണം. കൊണ്ടുവരുമ്പോൾ സ്റ്റീൽ ബോട്ടിലോ അല്ല വെള്ളം കൊണ്ടുവന്ന് തിരിച്ച് അതിൽ തന്നെ കൊണ്ടുപോകണം. ദയവേത് ഇവിടെ പ്ലാസ്റ്റിക് ഇട്ടത്. ഇത്ര നല്ലൊരു ഭംഗിയുള്ള സ്ഥലം, അതും അധികം ആൾക്കാർക്ക് അറിഞ്ഞുകൂടാത്ത, ട്രിവാൻഡ്രത്തുണ്ടായിട്ട് ഇപ്പോഴും അറിഞ്ഞുകൂടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. എന്നിട്ടും നിങ്ങൾ ഇത് മലിനമാക്കാതിരിക്കുക. വെള്ളം നല്ല പ്യുവർ വെള്ളമാണ്, അതുപോലെ തണുപ്പുമുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് എന്തായാലും കുളിക്കാതെ പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പോയി കുളിച്ചിട്ട് വരാം.
കഴിച്ചപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോൾ കുറച്ച് കൊല്ലത്തുനിന്നല്ലേ, എവിടെ നിന്നൊക്കെയാണ് സ്ഥലം? കൊല്ലം വർക്കല. അങ്ങനെ കോളേജിലെ കുറച്ച് ചേട്ടന്മാരും കുറച്ച് പയ്യന്മാരും എല്ലാവരും കൂടെ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വന്നിട്ടുണ്ട്. ചേട്ടാ എവിടെയാണ് സ്ഥലം? വർക്കല. ചേട്ടൻ കൊല്ലം ആറ്റിങ്ങൽ. കൊല്ലം. അപ്പോൾ ഏകദേശം കൊല്ലവും ആറ്റിങ്ങലും അല്ലേ? കൊല്ലത്തുനിന്ന് ഇവിടെ പിന്നെ ഒരു ട്രിവാൻഡ്രംകാരനുണ്ട്, നമ്മുടെ ഒരാളുണ്ട്, ഒരു ട്രിവാൻഡ്രംകാരനുണ്ട്. അപ്പോൾ നല്ല വെള്ളം നോക്കി വന്നതാണ്. പക്ഷേ ഇവിടെ വെള്ളം നല്ല ഇപ്പം സീസൺ അല്ലാത്തതുകൊണ്ട്, മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് വെള്ളം നല്ല കുറവാണ്. അപ്പം അവരെ നിരാശപ്പെടുത്തുന്ന അറിയില്ല. അപ്പം എന്തായാലും എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോകാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തന്നെ കരുതുന്നു. നമ്മൾ ഏകദേശം 3 സ്ഥലത്താണ്, അമ്പൂരി, മായം, അതുപോലെ തന്നെ ദ്രവ്യപാറ, അമ്പൂരിയിലെ ആനക്കുളം. ഈ 3 സ്ഥലവും ഒറ്റ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു വേറെ യൂട്യൂബേഴ്സ് ആരും വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ അതിന് നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത്ര എഫേർട്ട് എടുത്തത്. അതുമാത്രമല്ല ദ്രവ്യപാറയുടെ പടികൾ അധികം അത്ര സേഫ് അല്ല. നമ്മൾ കയറിയ നല്ല റിസ്ക് എടുത്താണ്. എൻ്റെ കാല് ഉൾപ്പെടെ മുറിയുകയും ചെയ്തു. അത് നിങ്ങൾക്ക് മാക്സിമം വിഷ്വൽസിന് വേണ്ടിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ പറ്റുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റുന്നവർ ഷെയർ ചെയ്യുക. അപ്പോൾ ബി യുവർ ഓൺ ഹീറോ. ഹാവ് എ നൈസ് ഡേ.